നിങ്ങൾക്ക് വ്യായാമം ഇഷ്ടമാണോ? വ്യായാമം ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയോ? സൂംബയാണ്. പാലക്കാട് വെണ്ണക്കരയിൽ ടൈറ്റാനിക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് പ്രത്യേകമായി നടക്കുന്ന സൂംബ പരിശീലനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വിദ്യാർത്ഥിനികളുണ്ട്, ജീവനക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. അങ്ങനെ 54 പേരടങ്ങുന്ന ആ സംഘത്തിന്റെ സൂംബയെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. സ്കൂളുകളിലും കോളേജുകളിലും തുടങ്ങി എവിടെ പോയാലും ഇപ്പോൾ സൂംബയാണ് ട്രെൻഡ്. ആ ട്രെൻഡിനൊപ്പം വലിയ ചുവടുകൾ വെക്കുകയാണ് പാലക്കാട് വെണ്ണക്കരയിലെ ഈ പെൺപുലികൾ. നമ്മള് വെണ്ണക്കരയില് ടൈറ്റാനിക് ADS കുടുംബശ്രീന്റെ വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ ഒപ്പന പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒപ്പന പ്രാക്ടീസ് ഒരു 10 ദിവസം ഞങ്ങൾ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം വന്നത്. തുടക്കത്തിൽ 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 8 പേരെ, പിന്നെ 10 പേരായി, പിന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് സന്തോഷമായി. കുടുംബശ്രീ വഴി തുടങ്ങിയതാണ്. അങ്ങനെ ഇപ്പോൾ 54 പേരായി. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഹാപ്പി പറഞ്ഞാൽ അമ്മമാർക്കാണ് ഹാപ്പി. എന്നിട്ടാളും ഈ അമ്മമാർക്കല്ലേ ഭയങ്കര സിനിമാറ്റിക് പാട്ടൊക്കെ വെച്ചല്ലേ അവർ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാൻ നല്ലൊരു ഒത്തൊരുമയോടെയാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. 18 മാസമായി വെണ്ണക്കരയിലെ ഈ പെൺകൂട്ടം സൂംബ പരിശീലനം ആരംഭിച്ചിട്ട് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതെല്ലാം നേരിട്ട് വൈകിട്ട് 5 മണി എന്നുണ്ടായാൽ അവരെല്ലാം ഇവിടെ ഒത്തുകൂടും. പിന്നെ 1 മണിക്കൂർ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ സൂംബ പരിശീലനമാണ്. ഇവിടെ വരികയെന്ന് പറഞ്ഞാലേ നമുക്ക് ആ ടൈം ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാം കൊണ്ട് മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം നല്ല റിലാക്സ് ആണ്. ഇവിടെ വന്നവരൊക്കെ നല്ല സന്തോഷം തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഞാനാണ് ഈ കൂട്ടത്തിൽ സീനിയർ. ഞാൻ അടിപൊളിയായി ചെയ്യും. എനിക്ക് ആരോഗ്യം നല്ലതാണ്, ഞാൻ നന്നായി ചെയ്യും. ഇവിടെ വരുമ്പോൾ തന്നെ ആ വീട്ടിലുള്ളൊരിതും ട്യൂഷൻ സ്കൂൾ അങ്ങനത്തെ ഉള്ളൊരു ടെൻഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമുണ്ട്. 86 കിലോ വെയിറ്റ് ആയിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ വരും. വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല സന്തോഷം. വെയിറ്റ് പറഞ്ഞു 5 കിലോ. മടിച്ചിരിക്കുന്നവർക്കും പേടിച്ചിരിക്കുന്നവർക്കും എല്ലാം വെണ്ണക്കരയിലെ ഈ പെൺകൂട്ടം വലിയ മാതൃകയാണ്. ക്യാമ്പസുകളിലെ പോലെ നാട്ടിലെങ്ങും സൂംബ സജീവമാവട്ടെ. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.